ഗോൾഡൻ ഹിറ്റ്സിൽ പെർഫോം ചെയ്യാനായിട്ട് അങ്ങ് ഗോവയിൽ ഒരാൾ എത്തുന്നുണ്ട്, അതും ട്രെയിനിന്. ആരായിരിക്കും അത്? ധാർമ്മികൻ. യെസ്, ധാർമ്മികനായിട്ടുള്ള ഒരാളാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം ദക്ഷ് ധാർമ്മിക് ഓൺ സ്റ്റേജ്. ഹായ് സർ. ഹായ് മാം. ഹായ് സർ. നിങ്ങൾ രണ്ടുപേരും മാച്ചി ആണല്ലോ. നേരാ, ഞങ്ങൾ മാച്ചിങ്. അത് എന്തിന്റെ പ്രിന്റ്? ഒരു വെറൈറ്റി ആണല്ലോ. അതായത് തെയ്യമാണോ? ഒന്ന് തെയ്യമുണ്ട്, പിന്നെ ഒന്ന് കഥകളിയുണ്ട്. രണ്ടെണ്ണം. യെസ് സർ. കലകിയടാ. താങ്ക് യു സർ. ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. മുണ്ടുണ്ട് ഏതോ ഒരു പാട്ടിലില്ലേ? മുണ്ട് ഇപ്പൊ കൊറേ അമ്പലം ബേസ്ഡ് പാട്ടുകൾ ഉണ്ടാവുമല്ലോ. കൂത്തമ്പലത്തിൽ വെച്ചോ? അല്ല, വേറെ ഏത് പാട്ടിലായിരുന്നു? അല്ലിമേർ കാവിൽ. എനിക്ക് തെറ്റിപ്പോയതാ, അത് കൂത്തമ്പലായി പോയതാ. പിന്നെ എന്തൊക്കെയാണ് ഗോവൻ വിശേഷങ്ങൾ? ഗോവൻ വിശേഷങ്ങളല്ല, ഞാൻ എന്റെ തന്നെ ചെറുപ്പത്തിലുള്ളൊരു കാര്യം ചോദിക്കാം. ഈ പ്രോഗ്രാമിന് വേണ്ടി അല്ലെങ്കിൽ കോമ്പറ്റീഷനൊക്കെ വേണ്ടിയാണല്ലോ സാധാരണ ആൾക്കാരെ പാട്ട് പാടാറ്. പക്ഷെ കട്ടൻ ചായക്ക് വേണ്ടി പാട്ട് പാടി ആരെങ്കിലും പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കട്ടൻ ചായക്ക് വേണ്ടി, അതായത് കട്ടൻ ചായ ആക്കി തരാൻ വേണ്ടി അമ്മ നമ്മുടെ അറിവിലില്ല. ഇല്ല. കട്ടൻ ചായ കിട്ടാൻ കുട്ടൻ പാട്ട് പാടി. അതെ, അത് ഞാൻ തന്നെയാണ്. അത് ഞാൻ പണ്ട് വളരെ ചെറുതായിരുന്നപ്പോ എനിക്ക് കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അമ്മേനോട് ഉണ്ടാക്കി തരുമെന്ന് പറയുമ്പോ അമ്മ പറയാറുണ്ടായിരുന്നത് ചെറിയ കുട്ടികൾ കട്ടൻ ചായ കുടിക്കുകയാണെങ്കിൽ അയൺ ഡെഫിഷ്യൻസി വരുന്നത്. അപ്പൊ നിർബന്ധിക്കുമ്പോ മാത്രം വല്ലപ്പോഴും അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. പക്ഷെ വെക്കേഷൻ ഉള്ള സമയത്ത് ഞാൻ നാട്ടിൽ അമ്മേന്റെ അവിടെ പോകുമ്പോ അമ്മേന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ അമ്മേന്റെ അച്ഛൻ്റെ അനിയൻ, ഞാൻ പാപ്പനെ വിളിക്കാം, പാപ്പന്റെ വീടുണ്ട്. അപ്പൊ പാപ്പനാണെങ്കിൽ ഇങ്ങനെ വെറുതെ മുറ്റത്ത് വല്ല പണിയൊക്കെ എടുക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കട്ടൻ ചായ ഇങ്ങനെ എടുത്ത് കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ കാര്യം അറിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം പാപ്പന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു എനിക്കും കുറച്ച് കട്ടൻ ചായ തരുമോന്ന്. അപ്പൊ പാപ്പൻ പറഞ്ഞു കട്ടൻ ചായ തരാ, പക്ഷെ പാപ്പനൊരു പാട്ട് പാടി കൊടുക്കണമെന്ന്. അന്ന് പാടിയ പാട്ട് ഏതാ? അന്നൊക്കെ ഏതൊക്കെയോ പാട്ട് പാടി കൊടുത്തു, ഒരു ഓർമ്മയും ഇല്ല. അപ്പൊ മുതൽക്ക് ഞാൻ പോവും, പാട്ട് പാടി കൊടുക്കും, കട്ടൻ ചായ കുടിക്കും, വീണ്ടും പോവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് സ്ഥിരം പതിവായി. അതും ഒരേ പാട്ട് തന്നെ എത്ര പ്രാവശ്യം പാടി കൊടുത്താലും ഒരു കുഴപ്പമില്ല. അതറിയില്ല. ലാസ്റ്റ് അമ്മ ഈ കാര്യം അറിഞ്ഞപ്പോ അമ്മ എന്നോട് പറഞ്ഞു, മതി നിർത്തിക്കോ, ഇനി നീ അങ്ങോട്ടേക്ക് പോണ്ട. അങ്ങനെ പാട്ട് പാടി കുട്ടന് കട്ടൻ കിട്ടി. പക്ഷെ എന്തുകൊണ്ടാ എം ജെ ഞങ്ങൾ എല്ലാ അമ്മമാരും കട്ടൻ ചായ ഉണ്ടാക്കി തരാത്തത്? അത് എന്റെ അമ്മയും ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടോ? അല്ല, ചായയും കാപ്പിയും ഒന്നും ശരിക്കും അതുകൊണ്ടാണോ ചേച്ചി അയൺ ഡെഫിഷ്യൻസി വരുവോ? അധികമായാല് പ്രശ്നമാണ്. അപ്പൊ നോർമൽ ചായയോ അതിന്റെ അകത്തും തേയിലപ്പൊടിയില്ലേ? അതും എല്ലാം മോശമല്ലേ? ഏത് ചായ ആയാലും ചായ അധികം കുടിച്ച അയൺ ഡെഫിഷ്യൻസി വരും. അപ്പൊ അമ്മയുടെ കട്ടൻ കുട്ടിയാണ് ഇത്. ഓക്കെ. 1993 ഒരു സിനിമ ഇറങ്ങി, മായമയൂരം. സംവിധായകൻ സിബി മലയിൽ. ഇതില് പാട്ട് എഴുതിയിരിക്കുന്നത് ഗിരീഷേട്ടനാണ്, ഗിരീഷ് പുത്തഞ്ചേരിയാണ്. അതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് എനിക്ക് വളരെയധികം ഞാൻ ഇഷ്ടപ്പെടുന്ന മെലഡി മേക്കർ എന്ന് പറയുന്ന രഘുകുമാർ സാറാണ്, പൂതേരി രഘുകുമാർ സാറാണ്. ഇത് പാടിയിരിക്കുന്നത് ദാസാറാണ്. അപ്പൊ ആ പാട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു മാം.
ഞാറ്റുവേല പെൺകിടാവേ നീയാരോ ആകത്തമ്മയായെന്റെ ആകത്തളം വാഴുമോ ആകത്തമ്മയായെന്റെ ആകത്തളം വാഴുമോ അഷ്ടപതി ശ്രുതിലയം ആത്മാവിൽ പകരുമോ ആമ്പല്ലൂരമ്പലത്തിൽ ആറാട്ട് ആതിരപ്പൊന്നു ഞാലുണർത്തുപാട്ട് കനകമണി കാപ്പണിഞ്ഞ കന്നി നിലാവേ നിൻ കടക്കണ്ണിലാരെഴുതി താർനിറക്കൂട്ട് ആമ്പല്ലൂരമ്പലത്തിൽ ആറാട്ട്. വെരി ഗുഡ് മോനെ. ദക്ഷകുട്ട എങ്ങനെ പാടിയെന്ന് തോന്നുന്നു? എന്റെ വിശ്വാസം ഞാൻ നന്നായി പാടിയിട്ടുണ്ട് തന്നെയാ. പാടി കഴിഞ്ഞിട്ട് ഹാപ്പിയാണോ? ആ. കോൺഫിഡൻസ് ഉണ്ട്. എം ജെ അങ്കിൾ മധു. ഓ ആമ്പല്ലൂരമ്പലത്തിന് എത്ര മാർക്ക്? ആമ്പല്ലൂർ അമ്പലത്തിന് 100 out of 100. അത് അത് പറഞ്ഞപ്പോഴാ വിസ്താര സോ ബ്യൂട്ടിഫുൾ വിസ്താര സൂപ്പർ 12K വിസ്താര ടീമിന് ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ. അടിപൊളി. പ്രത്യേക അഭിനന്ദനം. സോ വണ്ടർഫുൾ. അതിന്റെ ഇടയിൽ ദക്ഷകുട്ടനും കൂടെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ മധു? തീർച്ചയായിട്ടും അതെ. അപ്പൊ നമ്മുടെ ദക്ഷകുട്ടൻ യെസ് സർ. ഈ പാട്ടിനോട് നല്ല ധർമ്മം പുലർത്തി പല ഭാഗത്തും. താങ്ക് യു സർ. അതെനിക്ക് ഫസ്റ്റ് പല്ലവി ഓക്കെ ആയിരുന്നു, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. അതെനിക്ക് അനുപല്ലവിയില് കൺപീലി തുമ്പിനാലൊഴിയും അത് ഒന്ന് പാടി. കൺപീലി തുമ്പിനാലൊഴിയും നിൻ കൗതുകം കൺപീലി തുമ്പിനാൽ തുമ്പിനാൽ കൺപീലി തുമ്പിനാലൊഴിയും നിൻ കുറച്ചൊന്ന് ചേരണമെന്ന് എനിക്ക് തോന്നി. തുമ്പിനാൽ. യെസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന അനുപല്ലവി തുണ്ടുപല്ലവിയിൽ വരുന്ന ആറാട്ട് ആമ്പല്ലൂർ അങ്ങനെയായിരുന്നു വ്യത്യാസം. അത് കുറച്ചിങ്ങനെ വല്ലാതെ അങ്ങനെ വല്ലാതെ ഷേക്ക് ചെയ്യുന്നുണ്ട്. അത് അത്രയും വേണ്ടായിരുന്നു. ലാസ്റ്റ് പല്ലവിയിൽ അത് പാടിയപ്പോ കറക്റ്റ് ആയിട്ട് വന്നു ആ അളവ്. ആമ്പല്ലൂരമ്പലത്തിൽ ആറാട്ട് അത്രയും കൊടുക്കണ്ട. ആമ്പല്ലൂരമ്പലത്തിൽ ആറാട്ട് ആമ്പല്ലൂരമ്പലത്തിൽ ആറാട്ട്. അപ്പൊ വല്ലാതെ കുറഞ്ഞും പോയി. ആറാട്ട് ആറാട്ട് ആറാട്ട്. യെസ് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എനിക്ക് തോന്നിയത് ചരണത്തിലെ ഞാറ്റുവേല പെൺകിടാവേ അതിന്റെയും ശ്രുതി കുറച്ച് പ്രശ്നം തോന്നി. ഫസ്റ്റ് ടൈം ഓക്കെ ആയിരുന്നു, രണ്ടാമത്തേലായിരുന്നു. ഫസ്റ്റ് ടൈം സൂപ്പർ ആയിരുന്നു. അതെ, ഫസ്റ്റ് ടൈം സൂപ്പർ ആയിട്ട് വന്നത്. സെക്കൻഡ് ടൈമിലാണ് കുറച്ച് ശ്രുതി പ്രശ്നം വന്നത്. പിന്നെ അടുത്ത ലൈൻ ഓക്കെ വളരെ നന്നായിട്ട് വന്നു. അകത്തമ്മയന്റെ അകത്തളം വാഴുമോ ഓക്കെ ആയിരുന്നു. അഷ്ടപതി ശ്രുതിലയം വരെ നന്നായിരുന്നു. ആത്മാവിൽ കഴിഞ്ഞിട്ട് പകരുമോ ഷാർപ്പായി. ശ്വാസം കിട്ടാതെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അതൊരു ഷാർപ്പ് ശ്രുതിയിൽ സ്റ്റഡി അല്ലായിരുന്നു. ആ ഒരു പ്രശ്നം അടുത്ത പല്ലവി തുടങ്ങിയപ്പോഴും അത് കണ്ടിന്യൂ ആയിട്ട് അങ്ങോട്ടും കയറി. ആമ്പല്ലൂർ അമ്പലത്തിലും കിടി. പിന്നെ എനിക്ക് ബാക്കിയെല്ലാം ഇഷ്ടമായി. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, വളരെ കുറച്ച് പ്രശ്നങ്ങളാണ്. പക്ഷെ പാട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഇത് ഇത്തിരി ടഫായിട്ടുള്ള പാട്ടാണ്. പാടി ഫലിപ്പിക്കുക എന്നുള്ളത് കുറച്ച് ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. കേൾക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും. അങ്ങനത്തെ ഒരു പാട്ടാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ദക്ഷൂട, എനിക്കറിയാവുന്ന ആമ്പല്ലൂർ എന്ന് പറഞ്ഞ നേരത്തെ മധു പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് നമ്മൾ NH പോകുമ്പോഴത്തേക്കും അല്ലേ, പുതുകാടിന്റെ അടുത്തുള്ള പുതുക്കാട് കഴിഞ്ഞ് അതെ, ആ അമ്പല്ലൂര് എനിക്കറിയാവൂ. പക്ഷെ ആമ്പല്ലൂർ അമ്പലം എന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നൊരു പോസിറ്റീവ് വൈബ് അല്ലേ, നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു രസകരമായ, അത് ദഷ്കൂട്ടം പാടുമ്പോഴത്തേക്കും നല്ല രസമുണ്ട്. അത് നന്നായിട്ട് ധ്വനിക്കുന്നുണ്ട്. ചില വൈബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് പാട്ടിലൂടെ. അത് വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്ന ഇപ്പൊ ആറാട്ട് എന്നല്ലേ, ആറാട്ട് എന്ന് തക്കിട്ട ത അല്ലേ, അതിന്റെ ഫ്രേസിങ് കറക്റ്റ് ആയിട്ട് പാടിയാലാണ് രസം. അത് കുറച്ച് ഓടിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നി ഓരോ സ്ഥലത്തും. താളം കുറച്ചൊന്ന് ഓടാനായിട്ട്, ഒരു എക്സ്പ്രസ് ഹൈവേയിലോട്ട് കയറാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉള്ള പോലെ അത് ആദ്യം തൊട്ടേ ഉണ്ട്. നേരത്തെ റിഹേഴ്സ് ചെയ്തപ്പോഴും ഉണ്ട്. അതൊന്ന് നമുക്ക് ഒന്ന് പിടിച്ചു വലിക്കണം അല്ലേ, കറക്റ്റ് ആ ടെമ്പോയില്. അത്രയും വേണ്ട, അത് കൂടുതൽ. ഞാൻ പറഞ്ഞത് ആ ആറാട്ട് അതിന്റെ ടൈമിങ് ആ പറഞ്ഞത്.
ആമ്പല്ലൂരമ്പലത്തിൽ ആറാട്ട്. കണ്ട അവിടെ താളം ഇടുന്നതിൽ തന്നെ ഓടിപ്പോകുന്നുണ്ട്. നേരത്തെ വന്നു ഇപ്പോ. താ താ താ. ആമ്പല്ലൂരമ്പലത്തിൽ ആറാട്ട്. ആ Yeah. അപ്പൊ അങ്ങനെ വരുമ്പോ കോൺടൈസ് ചെയ്യാൻ പെടും. അതുകൊണ്ടാണ് ഗിരീഷേട്ടൻ അത് ആറാട്ട് ആ ടാ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ചെന്ന് എൻഡ് ചെയ്യണം. അത് കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് ആണ് ആറാട്ട്. അതുപോലെ ഉണർത്തുപാട്ട് എന്ന പോലെയാണ് കേട്ടത്. അത് മലയാളത്തിന് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇതൊക്കെ. ആ ഇർ കേട്ടേ പറ്റൂ, അല്ല വേറെ മാർഗമില്ല അല്ലേ. ഉണർത്തുപാട്ട് അതൊന്ന് പഠിക്കേ. ഉണർത്തുപാട്ട്. ആ പൊന്നൂഞ്ഞാലിന്റെ സംഗതിയും കുറച്ച് ഒരു സംശയമുള്ള പോലെ ഒരു ഫീലുണ്ട്. ആ ഇത് നന്നായി, ഇത്രയധികം സ്ട്രെസ് ചെയ്യണ്ട. ഓക്കെ, എനിക്ക് നിൻ കടക്കണ്ണിൽ ആര് എഴുതി എന്നുള്ളതിനൊരു എക്സ്പ്രഷൻ കൊടുത്തില്ലേ, അത് മനഃപൂർവ്വം കൊടുത്തല്ലേ? കൊള്ളായിരുന്നോ? എന്റെ വിശ്വാസം നല്ലതാണ്. എന്റെ വിശ്വാസം എന്ന് പറയുന്നത് മറിച്ചല്ല, സൂപ്പർ ആയിരുന്നു. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ അത് ആരെഴുതി അങ്ങനെ പാടില്ലേ, അത് പാടിക്കേ. നിൻ കടക്കണ്ണിലാരെഴുതി കാർ നിറക്കൂട്ട്. കാർ നിറക്കൂട്ടൊക്കെ നല്ല ശ്രുതി ചേർന്നിരുന്നു. അതിനൊരു പ്രത്യേക നിറക്കൂട്ടുണ്ടായിരുന്നു കേട്ടോ, അത് സൂപ്പർ ആയിരുന്നേ. താങ്ക് യു സർ. പിന്നെ ചരണത്തിന്റെ അവസാനം മധു പറഞ്ഞ കാര്യത്തിനോട് ചേർത്ത് ഞാൻ പറയാം. അതായത് നമ്മൾ ശ്വാസം നേരത്തെ എടുത്തില്ലെങ്കിൽ അത് പൂർണ്ണമാക്കാൻ പറ്റില്ല. അപ്പൊ പൂർണ്ണതയിലേക്ക് എന്ത് വേണം? ശ്വാസം വേണം. ശ്വാസം ഉണ്ടെങ്കിലേ പൂർണ്ണമായിട്ട് ധ്വനിക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ കൺപീലി അതിനു മുമ്പേ തന്നെ നല്ല ശ്വാസം എടുത്തിട്ടൊന്ന് പാടിക്കേ. കളമിട്ടു പാടുമെൻ കരളിന്റെ മൺകുടം, കൺപീലി തുമ്പിനാലൊഴിയും നിൻ കൗതുകം. അതെന്താ വെച്ചാ അതിനു മുമ്പേ എടുക്കുന്ന ആ ഒരു ചെറിയ സ്ഥലമേ ഉള്ളൂ ശ്വാസം എടുക്കാൻ. അവിടെ നന്നായിട്ട് ശ്വാസം എടുത്തില്ലെങ്കിൽ അവസാനം നിർത്തുമ്പോ ശ്രുതി ചേരൂല്ല, ബിക്കോസ് ബ്രത്ത് ഇല്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ഇന്റലിജന്റ് ആയിട്ടൊന്ന് എടുത്തു പാടിയേ ശ്രുതി. കളമിട്ടു പാടുമെൻ കരളിന്റെ മൺകുടം. ആ കളമിട്ട് പാടുമെൻ കഴിഞ്ഞിട്ട് തന്നെ നല്ല ബ്രത്ത് എടുക്കണം. റെഡി? കളമിട്ടു പാടുമെൻ കരളിന്റെ മൺകുടം, കൺപീലി തുമ്പിനാലൊഴിയും നിൻ കൗതുകം. ബെറ്റർ. നമ്മളെപ്പോഴും ഹസ്കി ആക്കുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ബ്രത്ത് നമുക്ക് ആവശ്യം വരും, കൂടുതൽ എയർ പുറത്തേക്ക് പോകും. അതൊരു പ്രശ്നമാണ്. അപ്പൊ അവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, ശ്രുതി ചേരാതെ വരും. അങ്ങനെയാണ് ചരണത്തിന്റെ അവസാനം ശ്രുതി ചേരാതെ വന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്റലിജന്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യണം കേട്ടോ. അത് മാത്രമാണ് അല്ലേ ക്യാപ്റ്റൻ? യെസ്, ഞാനും ഇതേ സാധനങ്ങൾ എഴുതി വെച്ചേ. താളം ആദ്യത്തെ റിപ്പീറ്റ് നല്ലതായിരുന്നു, രണ്ടാമത്തെ റിപ്പീറ്റ് ചെറിയ ക്ലാരിറ്റി കുറവ്, ശ്രുതി സെയിം. ഇപ്പം MJ സാറും മധുചേട്ടനും പറഞ്ഞ കാര്യങ്ങൾ എന്നെ എഴുതിയത്. ദക്ഷകുട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടം ദക്ഷന്റെ കോൺഫിഡൻസ് ആണ്, ദക്ഷന്റെ പ്രോഗ്രസ് ആണ്. ഈ പാട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പാടാൻ വേണ്ടിയിട്ട്, അത് മനസ്സിൽ വെച്ചോണ്ടാണേ പറയുന്നത്. അപ്പം യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് കേട്ടോ, മിടുക്കനാണേ. രസമാണ് കേൾക്കാൻ വേണ്ടി. ദക്ഷൻ്റെതായിട്ടുള്ള ഒരു യുണീക്നെസ് ഈ പാട്ടിലും കേൾക്കാനുണ്ടായിരുന്നു. ഓക്കെ, മിടുക്കനാണ്. ഓൾ ദി ബെസ്റ്റ്. അപ്പോ ദക്ഷ് ധാർമ്മികന് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 97.25 on 100 today. താങ്ക് യു സർ. ആമ്പല്ലൂരമ്പലത്തിൽ അപ്പൊ മിസ്റ്റർ ധാർമ്മികൻ, ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം വേറൊരു വെറൈറ്റി ആയിട്ട് വായിക്കും. ഇനി വരാൻ പോകുന്ന എനർജി ഒരു ഒന്നൊന്നര എനർജിയാണ്. എന്റെ രണ്ട് സൈഡിൽ രണ്ട് മക്കളല്ലേ, അയ്യോ എന്തൊരു പ്രൗഡാണ്. അതുകൊണ്ടാണ് ഇത്ര എനർജി. ഒരു സൈഡിൽ നിന്ന് സംസാരം, ഒരു സൈഡിൽ നിന്ന് സംഗീതം, സംസാരം, സാഹിത്യം, സംഗീതം. ഓ, പക്ഷെ ഇപ്പൊ വരാൻ പോകുന്ന എനർജി ഉണ്ടല്ലോ, ഇത് കഴിയുമ്പോ MJ അങ്കിളിന് വീണ്ടും ഒരു ചായയും കൂടെ കുടിച്ചാലേ എനർജി തിരിച്ചു വരും തോന്നും. കാരണം അത്രത്തോളം എനർജി ലോസ് ആണ് ഇപ്പൊ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഒരു പായസം കുടിക്കാം. ലെറ്റ്സ് വെൽക്കം യാമിക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. അയ്യോ, അതെന്താ അത്? എനിക്ക് വേണം. എനിക്ക് വേണം. ഒന്ന് കാണിക്കുവോ? അയ്യോ, എനിക്ക് വേണം. മീനൂട്ടിന് കൊടുക്കല്ലേ? തന്നു. അത് അവള് നോക്കട്ടെ. മീനൂട്ടാ, ഞാൻ തുറന്നോട്ടെ അത്. അയ്യോ, എന്തിന്? എന്റെ പെട്ടി കളഞ്ഞിട്ട് എനിക്ക് പെട്ടി തിരിച്ചിട്ടി. പെട്ടി കളഞ്ഞു പോയിട്ട് പെട്ടി തിരിച്ചു കിട്ടി. ആണ് ഈ പെട്ടിയോ? ഇതിൽ എന്താന്നൊന്ന് പറയോ? ഇത് ഈ പെട്ടി
നിലത്ത് വെച്ചിട്ട് അതിൽ എന്നിട്ട് നേരെ ഉർവശീന്റെ ഡയലോഗ് പറയാം. പണ്ട് പല്ല് തേച്ച ബ്രഷ്, ആദ്യമായിട്ട് മേടിച്ചെന്ന ബ്രഷ്, ആദ്യമായിട്ട് ഞാൻ എറിഞ്ഞ മാവേലെറിഞ്ഞ കല്ല്, അതൊക്കെയാണ് ഇതിന്റെ അകത്തുള്ളത്. ഈ ഡ്രസ്സും ബ്രഷും ഒക്കെ. ആ വച്ചൻ ഞാൻ കരയും. വച്ചൻ ഞാൻ കരയുവാ. പക്ഷെ എന്തിനാ കുഞ്ഞു കരയുന്നേ? എന്താ പെട്ടി കളഞ്ഞിട്ട് എന്നെ പെട്ടി തിരിച്ചു കിട്ടി. തിരിച്ചു കിട്ടിയത് കൊണ്ടാണോ കരയുന്നത്? ആ വച്ചൻ പെട്ടി നിലത്ത് വെച്ചിട്ട് വേണം ഡയലോഗ് പറയാൻ. ഓ, പെട്ടി നിലത്ത് വെക്കണം. മീനൂട്ട പെട്ടി നിലത്ത് വെക്ക്, അപ്പോഴേ അവർക്ക് ഡയലോഗ് പറയാൻ പറ്റൂ. അനി പറഞ്ഞോ. കണ്ണട മൂക്കിൽ ചെയ്യണ്ടേ? ശരി, നിലത്തിരിക്കാ ചെയ്യണ്ടേ? ശരി. എന്നിട്ട് ഈ പെട്ടി ഒന്ന് തുറക്കണം. ഈ പെട്ടി വെച്ചിട്ട് ഒന്ന് തുറക്കണം. എന്നിട്ട് നേരെ ഡയലോഗ് പറയണം. പറഞ്ഞോ. ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കറിയും. അങ്ങനെ എന്നെ ചതിക്കാൻ ഇനി ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഞാൻ ജീവനായി കൊണ്ടു നടക്കുന്ന വിലവെളുപ്പുള്ള സാധനങ്ങളാ ഇതിന്റെ ഉള്ളില്. ആർക്കും ഇതിന്റെ വില മനസ്സിലാവൂല. എനിക്കറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് അത്ര ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോൾ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ എനിക്ക് എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങി തന്ന ബ്രഷ്. അത് കൊള്ളാമോ? കൊള്ളാം. ഇതെല്ലാവരും ഇത് കണ്ടോ? എന്റെ 3ാമത്തെ വയസ്സിലെ പിറന്നാളിനമ്മ കൈകൊണ്ട് തുന്നി തന്ന ഉടുപ്പാ അത്. ഇതിനാ മരണം വില കളയൂല. ഓ, കുഞ്ഞുടുപ്പ്. നമ്മുടെ തറവാട്ടുപറമ്പിന്റെ അതിലില് തേൻകീനെന്നൊരു മാവുണ്ടായിരുന്നെന്ന് ഞാൻ സുഖാരട്ടനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. അതിന് ഒരു ദിവസം പടിക്കരങ്കളെ വീട്ടിൽ വന്നപ്പോൾ അതിന്റെ ഒച്ചിലൊരു മാമ്പഴം കണ്ടു. ഇറങ്ങി വെത്താൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകെപ്പാട് ഒരു മാങ്ങക്കാനും കല്ലെറിഞ്ഞിട്ടുള്ളു. ആ കല്ലത് എങ്ങനെയുണ്ട്? എന്നിട്ട് മാങ്ങ വീണു. അത് പടിക്കരങ്കള് തിന്നുകയും ചെയ്തു. ഇത്രയുള്ള ഡയലോഗ്. ഇത്ര എങ്ങനെ കണ്ടുപിടിച്ചു? അത്ര കണ്ടുപിടിച്ചു ഞാൻ. ഇനി നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുകയാണോ? അല്ല, എണീക്കണോ? ഇനി എണീച്ചിട്ട് പെട്ടി അവിടെ വെച്ചിട്ട് നേരെ പാട്ട് പാടാൻ പോണം. ഓ, എല്ലാത്തിനും ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ട് കേട്ടോ. വെൽ പ്ലാൻഡ്. ഞാൻ അടച്ചോളാം. എനിക്ക് അടയ്ക്കാനൊക്കെ അറിയാം. ഈ കണ്ണട എന്റെ അമ്മേന്റെ കൈ കൊടുത്തു. അയ്യോ, അത് ശരിക്കും യാമിക്കുട്ടിയുടെ ഉടുപ്പായിരുന്നോ? ഇപ്പൊ ഇടാൻ പറ്റുന്ന ഉടുപ്പാണോ അത്? ഈ പെട്ടി കൊടുക്കണോ അമ്മയ്ക്ക്? ഈ പെട്ടി അവിടെ വെക്കാൻ എന്റെ അമ്മ പറഞ്ഞത്. ശരി, എല്ലാം അമ്മ പറയുന്നതല്ലേ. ഓക്കെ, ഇനി പാടാൻ പോവാണോ? അപ്പൊ റെഡി അല്ലേ? ഏത് പാട്ടാ പാടുന്നേ? പാട്ട് പായസം. ഇത് പായസം. അതാ. പായസത്തിന്റെ പാട്ടാണല്ലേ? പാൽപായസം അല്ലേ? ആ പാൽപായസം. അത് പാടുവോ? ഡീറ്റെയിൽസ് അറിയോ? ആ ഡീറ്റെയിൽസ് പാടിയത് നിത്യ മേനോൻ ചേച്ചി. പിന്നെ ലിറിക്സ് എഴുതിയത് റഫീഖ് അഹമ്മദ്. സംഗീതം നൽകിയത് രതീഷ് വേഗ. സിനിമേന്റെ പേര് പോപ്പിൻസ്. പിന്നെ വർഷം 2012. എല്ലാം പഠിച്ചു. അതെ. അപ്പൊ നമുക്കിനി പാട്ട് കേൾക്കാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഇളക്കിയ പായസം പുഞ്ചിരിച്ച് പാലൊഴിച്ച് തേനൊഴിച്ച് നെയ്യൊഴിച്ച് നെഞ്ചിൽ വെച്ച് ഇളക്കിയ പായസം കൊഞ്ചം സ്വപ്നങ്ങൾ തുള്ളി വിടറി മേലെ മോഹങ്ങൾ തുള്ളി ഇളകി തിളച്ച് മറിഞ്ഞ് വരുന്ന എന്നിതാ പായസം തിളച്ച് മറിഞ്ഞ് വരുന്ന എന്നിതാ പായസം പായസം ഇത് പായസം പാൽ പായസം പായസം ഇത് പായസം പാൽ പായസം കുഞ്ചിരിട്ട് കനവിട്ട് മധുരിച്ച പായസം കണ്ണിറങ്ങി കൊതിപ്പിച്ച് കൊഴിപ്പിച്ച പായസം ഇത് പായസം കരളിനിലയിൽ ചിരിചൂടോടെ നിറച്ചങ്ങ് വിളമ്പുന്ന പായസം പാലല പോലെ തേനല പോലെ തുള്ളി മറിഞ്ഞൊരു പായസം നാക്കിന് നല്ലൊരു പൽക്കടലാക്കി പൊത്തക്ക് വരുന്നൊരു പായസം 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 ഇത് പായസം പാൽ പായസം പായസം ഇത് പായസം പാൽ പായസം പുഞ്ചിരിച്ച് പാലൊഴിച്ച് തേനൊഴിച്ച് നെയ്യൊഴിച്ച് നെഞ്ചിൽ വെച്ച് ഇളക്കിയ പായസം പുഞ്ചിരിച്ച് പാലൊഴിച്ച് തേനൊഴിച്ച് നെയ്യൊഴിച്ച് നെഞ്ചിൽ വെച്ച് ഇളക്കിയ പായസം കുഞ്ചം സ്വപ്നങ്ങൾ തുള്ളി വിടറി മേലെ മോഹങ്ങൾ തുള്ളി ഇടറി തിളച്ച് മറിഞ്ഞ് വരുന്ന എന്നിതാ പായസം തിളച്ച് മറിഞ്ഞ് വരുന്ന എന്നിതാ പായസം പായസം ഇത് പായസം പാൽ പായസം പായസം ഇത് പായസം പാൽ പായസം And the Oscar award goes to അമ്മ അയ്യോ ആദ്യം തൊട്ട് കാണുന്നു. അവസാനം ഇങ്ങനെ ഓ ഇനി എനിക്ക് നിന്റെ പാട്ട് കേൾക്കണ്ട. സകല ശ്രമങ്ങളും ഉണ്ടായിരുന്നു. എത്ര അധികം ശ്രമങ്ങളായിരുന്നു. മൊത്തം ശ്രമം. മേളിലോട്ട് പോകണം, താഴോട്ട് പോകണം, മൈക്ക് നേരെ പിടിക്കണം, എല്ലാം ഉണ്ട്. അവസാനം സഹിക്കാൻ വയ്യാതെ പായസം ഇത് പായസം പാൽ പായസം പായസം ഇത് പായസം ഇടയ്ക്ക് ദേഷ്യം വരുന്നുണ്ടേ. അതെങ്ങനെയാണ്? എനിക്ക് വയ്യ. ദേഷ്യം എങ്ങനെയായിരുന്നു? ആണല്ലോ. ഓ മതങ്ങൾ എങ്ങനെയാ രക്ഷപ്പെടുന്നതെന്ന് എനിക്കറിയാം. എങ്ങനെയാ അങ്ങനെ ഇങ്ങനെയോ? ആണോ? ഇങ്ങനെയാണോ? ഇങ്ങനെയാണോ? ഓ അത് ശരി. ഞാനോ യാമീന്ന് ഞാനാണോ യാമി അവസാനം ആ എനിക്ക് വയ്യ അമ്മയുടെ ദേഷ്യം. അയ്യോ അത് രസമായിരുന്നു കേട്ടോ. കഴിഞ്ഞിരുന്ന ചേച്ചിയുടെ ബോധം പോയതിന് ഷുവറാ. പറയല എന്റെ സാറിന്റെ തൊണ്ട പോവും. ആ ഈ പാട്ട് അമ്മ തൂക്കി. അതെ അതെ ഇത് അമ്മ കൊണ്ടുപോയി ഈ പാട്ട്. അമ്മ കൊണ്ടുപോയി. ഈ പാട്ട് അമ്മയല്ല കൊണ്ടുപോയത്, എന്റെ അച്ഛനാ കൊണ്ടുപോയത്. അച്ഛനാ അച്ഛൻ കൊണ്ടുപോയത്. പാവം കേട്ടോ, മിണ്ടാണ്ടിരിക്കായിരുന്നു കേട്ടോ. അച്ഛന് ഒരു ടെൻഷനും ഇല്ല. അച്ഛന് ടെൻഷൻ ഉള്ളിലുണ്ട്, പക്ഷെ വെളി കാണിക്കുന്നില്ല. യാമിക്കുട്ടി എന്തിനാ വില്ലേന്ന് ഇറങ്ങിപ്പോയത്? വില്ലെന്ന് ഇറങ്ങിപ്പോയോ കുഞ്ഞ്? അതൊരു കാര്യണ്ട്, എന്റെ സാറിനോട് കംപ്ലൈന്റ് പറയാനാ. പറഞ്ഞോ അമ്മ മൊബൈൽ തന്നില്ലാന്ന്. മൊബൈൽ തന്നില്ല. വന്നില്ലേ? അതുകൊണ്ട് ഇറങ്ങിപ്പോയോ? എന്നിട്ട് അമ്മയെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞ? അമ്മേനെ കുറിച്ച് കൊറേ ക്രൗണിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു. എന്തൊക്കെ പറഞ്ഞു കൊടുത്തു? രാകേഷ് സാറിനോട് പറഞ്ഞു കൊടുത്തു. എന്ത് പറഞ്ഞു കൊടുത്തു? എന്തായിരുന്നു പറഞ്ഞു കൊടുത്തേ? എനിക്ക് മൊബൈൽ തന്നില്ലാന്ന്. മൊബൈല് മൊബൈല് ആ.
മൊബൈൽ എന്ന് പറഞ്ഞാ അതിന്റെ എന്താ അർത്ഥം എന്നറിയോ? എനിക്കറിയാം മൊബൈൽ, എന്താ? ഫോൺ വിളിക്കുന്ന മൊബൈൽ അപ്പൊ അല്ലേ? തനിച്ച് കൽപ്പറ്റയിലോട്ട് കയറി പോകാൻ പറ്റുമോ? അപ്പൊ കണ്ട വണ്ടിയിൽ കയറി പോവോ? ആ കൽപ്പറ്റ വണ്ടി. അതിൽ കയറി പോവോ തനിച്ച്? ഞാൻ ഓട്ടോറിക്ഷയിലല്ല കയറി പോണേ. ഓ അതിലാണോ സാധാരണ ഓട്ടോറിക്ഷയിൽ കയറി കൽപ്പറ്റ പോവാറ്? വരെ, കൽപ്പറ്റ വരെ. ഓട്ടോറിക്ഷയിലല്ല, ഏ വലിയ ഭൂമിയെക്കാട്ടും വലിയ ബസ്സില്. ഭൂമിയെക്കാളും വലിയ ബസ്. ഭൂമിയെക്കാളും വലിയ വലിയ ബസ്. ബസ്സിലാണ് കയറിപ്പോ. അങ്ങനത്തെ ബസ്സില്. ഒറ്റയ്ക്ക്. ആര് ഡ്രൈവ് ചെയ്യൂ അപ്പോ ബസ്? യാമി തന്നെ. എന്റെ ചേച്ചി തന്നെയാ. അയ്യോ എനിക്ക് പക്ഷെ അത് ആരും ഇല്ലാത്ത ബസ്സാ. സെബ സെബ ചേച്ചിയോ? ചേച്ചി. യാമി, എന്നാലും ഇങ്ങനെ പറയാമോ? എനിക്ക് അച്ഛൻ മതി, അമ്മ വേണ്ട, അമ്മയ്ക്ക് ബിഹേവ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? പക്ഷൊരു കാര്യണ്ട്, അമ്മയ്ക്ക് എന്നോട് ബിഹേവ് ചെയ്യാൻ ഒരിക്കലും അറിയൂല. അറിയില്ല. എന്നെ ഇങ്ങനെ ചീഞ്ഞുകൊണ്ടിരിക്കും. ചൊറിഞ്ഞോണ്ടിരിക്കോ? ചൊറിഞ്ഞതല്ല, ആ. വെറുതെ എന്നോട് ഗുണം കാണിച്ചു. എന്ത് കാണിച്ചിരിക്കും? ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആ വില്ലന്റെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് അവിടെ ആ ടെറസിന്റെ മേളിൽ കയറി തുള്ളുക. അമ്മയോ? ടെറസിന്റെ മേളിൽ കയറി തുള്ളി ദേഷ്യം വന്നിട്ട് അത് എക്സസൈസ് ആയിരിക്കും. അയ്യോ പോയിന്റ്. അപ്പൊ ബിഹേവ് ചെയ്യാൻ അറിയില്ല. അതെന്താ എന്താ അതെന്താ അമ്മ ഇങ്ങനെയൊക്കെ? എക്സസൈസ് ചെയ്തതാണോ എന്താ അമ്മ? ടെറസിൽ പോയത്? എക്സസൈസ് അല്ലാതല്ല. പിന്നെയോ? ഞാൻ മേലേക്ക് നോക്കിയപ്പോൾ അമ്മ അതാ മേലെ കിടന്ന് പാറി കളിക്കുന്നു. ഓ അത് ശരി. പാറി കളിക്കുന്നു. അപ്പൊ നേരത്തെ തുള്ളി പിന്നെ പാറി കളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ അവിടുന്ന് തുള്ളിയിട്ട് ഒറ്റ ചാട്ടം. എവിടെ? മേളിൽ നിന്ന് താഴോട്ടോ? മേലേന്ന് മേലേക്ക് പോയിട്ട് സത്യസന്ധമായിട്ടുള്ള കഥകളാണ്. അമ്മ ആരാ? വണ്ടർ ഹനുമാനോ? വുമണാണ് അമ്മ. അവിടെ അല്ല, അമ്മ ആരാ? ഹനുമാനോ? സ്പൈഡർമാനോ? മറ്റൊരു കാര്യമുണ്ട്, അമ്മ എവിടെ എത്തിയെന്നറിയോ? എവിടെ എത്തി? എംജെ സാറിന്റെ തലയിൽ വന്നു. അയ്യോ, അയ്യോ മാറിയിരുന്നോടെ കേട്ടോ, മാറിയിരുന്നോ, എല്ലാവരും മാറിക്കോ. അതെ, ശോ എന്തായാലും പായസപ്പാട്ട് കൊള്ളായിരുന്നു കേട്ടോ. ആര് പഠിപ്പിച്ചെന്നു ഇത് ലിറിക്സ്? പാട്ട് ആരാ പഠിപ്പിച്ചെന്ന യാമിക്കുട്ടിക്ക്? അതൊക്കെ ഞാൻ പഠിച്ച ഒറ്റയ്ക്കാണോ? വരിയൊക്കെ ഒറ്റയ്ക്ക് പഠിച്ചോ? ആ വരി പഠിച്ചു. എത്ര 2 വരിയാണ്. 2 ലൈൻസ്. ആ എത്ര ദിവസം എടുത്തു? എത്ര എനിക്ക്? അത് ചോദിച്ചിട്ട് എനിക്ക് എംജെ സാറിന്റെ അടുത്ത് ചോദിക്കണം. അപ്പോഴേ പറയാൻ പറ്റൂ. അമ്മയെ പറ്റി ഇത്രയും കുറ്റം പറഞ്ഞുകൊണ്ട് മാർക്കില്ല. അയ്യോ മധുരമഴയില്ല. ഇനി പറയൂല എന്ന് പറഞ്ഞേക്ക്. സോറി, പറയൂല. മൈക്കിൽ ചോദിക്കും. സോറി, ഇനി പറയൂല. ഇനി പറയൂല. എന്നാ അമ്മേനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്കൊരു അമ്മേനെ ഒത്തിരി 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 ഇഷ്ടം. സോപ്പ്. എവ്രി മദർ ആൻഡ് ഡോട്ടർ ഇൻ എവ്രി ഹൗസ്. അതാണെങ്കിൽ ഞാന് എന്റെ സാറിന് ഒരു പേരിടട്ടെ. എന്താണ്? ഷുക്കി എന്നൊരു പേരിട്ടല്ല എന്റെ സാറിന്. ഷൂക്കി. ഷൂക്കിയ? ഷുക്കി. സ്വിഗ്ഗിയോ? സ്വിഗ്ഗിയോ? ഓ ഇതിനിടയ്ക്ക് അതിനും പോകുന്നുണ്ടോ? ചേച്ചിയുടെ പേര് കോഴി. കോഴിയോ? അത് പോയി. കൊക്കറക്കൊക്കറക്കോ. പോയി. എവിടെ കൊക്കറക്കോ? ആ. അടുത്തത് എനിക്ക് എം ജെ എന്ത് സാർ. പേരാണോ എന്തോ. മധു അങ്കിളിന്റെ പേരെന്താന്നറിയോ? ആ ക്രിസ്മസ് അപ്പൂപ്പൻ. ക്രിസ്മസ് ഈ അപ്പൂപ്പനോ? വിഷു ആവാൻ എന്നെ കണ്ട് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ മീനുട്ടി ചേച്ചിന്റെ പേര് ആ. നല്ല പേര്. പൂത്തിരി ആഘോഷം. ഒത്തിരി ആഘോഷം. ഒരു പരസ്പര ബന്ധമില്ലാത്ത അതെ പേരുകളാണ്. അവളുടെ ബ്രെയിൻ ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ആഘോഷം. നമുക്കിങ്ങനെ ഫുൾ ഡേ ഇങ്ങനെ ഇതും കേട്ടിരിക്കാം. പേരെന്താന്നറിയോ? എന്താ പേര്? ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ. ആ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ. അപ്പൊ എനിക്കെല്ലാം മനസ്സിലായി ആമിക്കുട്ടി. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എന്റെ സൗണ്ട് നല്ലതാ. ആ നല്ലതാ, നല്ലതാ. ആണോ? സൗണ്ട് ആര് പറഞ്ഞു സൗണ്ട് നല്ലതാണെന്ന്? ആര്യ ചേച്ചി, നല്ല sound. മധു അങ്കിളും പിന്നെ മീനുട്ടി. എന്നാ നമ്മൾ എല്ലാരും കൂടെ നല്ല സൗണ്ട് ആയതുകൊണ്ട് ഒരു മഴ പെയ്പ്പിക്കട്ടെ മഴ പെയ്യിക്കാം. അല്ലേ? അതെ, അതാ നല്ലത്. മച്ചേട്ടാ എന്നാ മഴ പെയ്പ്പിച്ചേ മഴ വെപ്പിക്കാം അല്ലേ? നോക്കട്ടെ. പറ്റുമോ നോക്കാലോ? പറ്റുമോ നോക്കാലോ മധു അങ്കളിന്? മഴ ഉണ്ടാവുള്ളൂ, മിഠായി ഉണ്ടാവില്ല എന്ന്. ഇല്ല, ക്രിസ്മസ് അപ്പൂപ്പനെ കൊണ്ട് പറ്റും. ആണോ? ആ മിഠായി മഴ. എന്നാ നമ്മുടെ യാമിക്കുട്ടിക്ക് വേണ്ടിട്ട് പോരട്ടെ ഒരു നല്ല മധുര മഴ. പായസം, Yes. ഇത് പായസം, പായസം. അല്ലേ വീഴൂ. ആ ഓക്കെ, ഓടിക്കോ. പായസം, ഇത് പായസം, പായസം. പുഞ്ചിരിച്ച് പാലോടിച്ച് തേനോടിച്ച് നെയ്യോടിച്ച് ബൈ പറയുന്നില്ലേ? ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പുഞ്ചിരിച്ച് പാലോടിച്ച് തേനോടിച്ച് നെയ്യോടിച്ച്
ആര്യ ചേച്ചി ഓ ഏത് റൗണ്ട് ആയിരിക്കും വരാൻ പോകുന്നത്? പെർഫോമൻസ് യെസ്, പെർഫോമൻസ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് റൗണ്ട് ആണ്. നമ്മൾ ഡാൻസ് ചെയ്യാനൊക്കെ സാധ്യതയുള്ള ഒരു പെർഫോമൻസ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഓ ആരാണെന്ന് അറിയാമോ? ദിയക്കുട്ടിയാണോ? യെസ്, ദിയക്കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. ഓ, ഇത് തയ്പ്പിച്ചതാണോ ഈ ഉടുപ്പ്? അതെ. ഇതാരും ഡിസൈൻ ആയിരുന്നു? അത് അമ്മ പറഞ്ഞു കൊടുത്താണ്. ആ ഒരു വീഡിയോ കൊള്ളാം ചേച്ചി. സോങ്ങിൽ ആ, വീഡിയോ സോങ്ങിൽ അങ്ങനെയാ. ഓക്കെ ഓക്കെ ഓക്കെ. കൊള്ളാട്ടോ. നിശാഗന്ധി പൂത്തുലഞ്ഞു, അതെ, നിലാവിന്റെ കൂടൊരുങ്ങി. അപ്പൊ എന്ത് സംഭവിച്ചു? സംഗമോത്സവം. ആ, അതെ അതെ അതെ. ആരോടാണ് ഇത് പറയുന്നത്? ദിൽറുബേനോട്. ആ, ദിൽറുബയോട്. ഓക്കെ. അപ്പോ ദിൽറുബ എന്ന് പറയുന്നത് പ്രണയിനിയാണ് അല്ലെ? തിരിച്ചു പറയുന്നത് ബാദുഷ ബാദുഷ. അല്ലെ? രണ്ടുപേരുടെ ഒരു സംഗമോത്സവമാണ് ഈ പാട്ടത്തെ. അതെ. സൂപ്പർ പാട്ടാണ്, യെസ് പക്ഷേ ഭയങ്കര ടഫുമാണ്. യെസ്. യാ യാ യാ. പക്ഷേ പാടുന്നത് ദിയക്കുട്ടിയാണ്. പാടുന്നത് ദീപത്തെ ആയതുകൊണ്ട് അതുകൊണ്ട് കുട്ടച്ചനെ പകുതി ദൂരം കയറ്റിയിട്ടുണ്ട്. പകുതി ദൂരം. ഇനി മഴ പെയ്ച്ചാ മതി. ഓക്കെ, ഇനി അധികം ദൂരം കയറുന്ന ദിയായിട്ട് വലിയ കുട്ടച്ചൻ പ്രഷർ ഇങ്ങനെ- ആയാലും ഇങ്ങനെ നിക്കാ കുട്ടച്ചൻ കുട്ടച്ചൻ. ഇങ്ങനെ. അതെ, മഴ പെയ്പ്പിക്കാനായിട്ട്. ഇങ്ങടാണോ എന്നറിയില്ലല്ലോ കുട്ടച്ചൻ, അതുകൊണ്ട് അവിടെ നടുക്ക് ദീകുട്ടിയായോണ്ട് നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആണ് കേട്ടോ. അതെ. ദീകുട്ടി എന്തായാലും ഓരോ പേടിയാന്നുണ്ട് അത് കേൾക്കുമ്പോ. പ്രഷർ കൂടിയിട്ടേ അവളിങ്ങനെ "ശ്ശെ, വലിയ കഷ്ടമായല്ലോ." അതെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? മീനോട് ശരിക്കും ഓരോ പ്രാവശ്യം വരുമ്പോഴേ ഉണ്ട്. ദീകുട്ടി വരുമ്പോ there is going to be something special. അതെ, there is no doubt about it. യെസ്. അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവണം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. വകയുണ്ട്. അതെ അതെ അതെ. ദിയക്കുട്ടി, എന്തോ അഴകിയ രാവണൻ എന്ന് പറഞ്ഞ മൂവിയിലെ വിദ്യാസാഗർ, നമ്മുടെ സ്വന്തം വിദ്യാസാഗർ സാറിന്റെ മ്യൂസിക്കിൽ നമ്മുടെ ഫേവറേറ്റ് ഹരിഹരൻ സാറും നമ്മുടെ ഫേവറേറ്റ് ചിത്രാമ്മയും കൂടെ പാടിയ ഓ ദിൽറുബ എന്ന് പറഞ്ഞ പാട്ട്, കൈതുപ്രൻ സാറിന്റെ വരികൾ, 1996 മൂവി അല്ലേ? കറക്റ്റ് അല്ലേ എല്ലാം പറഞ്ഞേ? so correct. ഈ സിനിമയുടെ ഡയറക്ടർ കമൽ സർ ആണ്. സൂപ്പർ സിനിമയാണ്. യെസ്. അപ്പൊ നന്നായിട്ട് പാടണേ. ഓഹോ, Okay. okay. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. All the best. Thank you sir, thank you.
ഓ ആഹാ, അരേ വാ. My God. ശ്യാമേ കലക്കി. ഇറ്റ് വാസ് എക്സ്ട്രോർഡിനറി ആൻഡ് ടോപ്പ് ബാൻഡ്. സൂപ്പർ. ദിയക്കുട്ടി യു സ്റ്റാർ കേട്ടോ. മീനുടാ എന്തോ ഫോർ ഷുവർ ഞാൻ എന്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആണ്. എത്രയോ രാജ്യങ്ങളിൽ പല ഇടങ്ങളിലും എന്റെ ഈവൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ മറ്റുള്ള വലിയ വലിയ ആർട്ടിസ്റ്റ്, ലോകമെമ്പാടുള്ള ആർട്ടിസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഷോ മൈ ഗോഡ്, ദിസ് ഈസ് അൺബിലീവബിൾ. സൂപ്പർ. ദികുട്ടി, യു മേഡ് us proud today. താങ്ക് യു സർ, താങ്ക് യു. My God. പാട്ട് ഇടയ്ക്കിടയ്ക്ക് ആവുമ്പോ ശ്യാം ചേട്ടൻ അവിടെ നിന്ന് എന്നെ വിളിച്ചറിയും നോക്ക് അവിടെ ഇങ്ങനെ രോമാഞ്ചം വന്നോണ്ടേ. ശരിക്കും horripilation. അതാണ്. ഞാനും അതെ ഈ ജീവിതത്തിൽ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ പെർഫോമൻസസ് എന്നല്ലേ പറഞ്ഞ വൺ ഓഫ് ദ അത്ഭുതങ്ങൾ. Yes. അല്ല, മധു അങ്ങനെ പറയുകയാണെങ്കിൽ ഈസി അല്ല കേട്ടോ. കാരണം സ്ഥിരം പെർഫോമൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, പല പല രാജ്യങ്ങളിൽ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് മ്യൂസീഷ്യൻസ് അവരൊക്കെ പെർഫോം ചെയ്യുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവരുടെ കൂടെ വർക്ക് ചെയ്യാനും ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എപ്പോഴെങ്കിലും ദിയക്കുട്ടിയുടെ വർക്ക് ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തൊരു വിനയാന്ന് നോക്കിയേ കണ്ടോ. അല്ല, സത്യമാണ്. ശരിക്കും അത് ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള ഭാവിയിലെ തിരക്കുള്ള ഗായികയാണ്. ഇപ്പൊ തന്നെ book ചെയ്ത് വിദ്യാസാഗർ സാറിന് എന്തായാലും കേൾപ്പിച്ചു ഉറപ്പായിട്ടും. കൊടുക്കണം. Yes. You have to send it to him. വിദ്യാചരിത്രം പറയുന്നുണ്ട്. ഇത് വീഡിയോ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. Yes. താങ്ക് യു സർ. മധു, പ്ലീസ് നമുക്ക് വിദ്യാജി ഇത് കേൾപ്പിച്ചേ പറ്റും. കേൾപ്പിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും. കേൾക്കണം. ഞാനും വിളിക്കാം വിദ്യാജിയ. ഇങ്ങനെ ഒരു പാട്ട് കേട്ട് വിദ്യാജി കേൾക്കണം എന്ന് പറഞ്ഞു. ഈസ് എ ഗ്രേറ്റ് മാൻ. ഒരു നല്ലൊരു എന്താണ് മ്യൂസിക്കൽ ഔട്ട്ലുക്ക് അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ലെജൻഡറി, അതായത് ജീനിയസ് ആണ്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സച്ച് എ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ. അത് മാത്രമല്ല, ഇന്നത്തെ വളരെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹരിഹരൻ സാറും ചിത്ര ചേച്ചിയും കൂടെയാണ് പാടിക്കുന്നത്. Duet. അപ്പൊ ഡ്യുവറ്റ് ആണ്. ഈ ഡ്യുവറ്റ് ആണ് ഒറ്റ ഒരാൾ കൈകാര്യം ചെയ്യുന്നത്. അതെ. എനിക്ക് ഇരിക്കാൻ പോലും തോന്നുന്നില്ല. അതിനിടയ്ക്ക് ഡാൻസ് സ്റ്റെപ്സും അല്ല അതും ചെയ്യണ്ടേ. ഇത് ഓൾ ടുഗദർ ആണ്. അതൊരു ഓൾറൗണ്ട് പെർഫോമൻസ് ആണ്. അതാണ്. അതിന് ഗ്രേസ് ഉണ്ട്,
അത്യാവശ്യം മൂവ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. അത് ആ സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതേസമയം മ്യൂസിക്കിൽ ഒരു കോംപ്രമൈസ് ഇല്ല. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മ്യൂസിക്കിൽ കോംപ്രമൈസ് ചെയ്യുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. അത് മാത്രമല്ല പാടുന്ന സ്റ്റൈൽ കണ്ടിട്ടില്ലേ, ഈസിയാണ്. അത് സ്ട്രെയിൻ തോന്നിപ്പിക്കില്ല നമുക്ക്. എത്ര മാത്രമല്ല ഓരോ വാക്കുകളും എങ്ങനെയാണ്, ഓരോ മോഡുലേഷൻസ്, ഓരോ വാക്കിലും ഓരോ അക്ഷരത്തിലും എങ്ങനെ കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്നൊക്കെ പാടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഷീ വുഡ് ഹാവ് ഫൗണ്ട് ഇറ്റ് ദ കംഫർട്ടബിൾ സോൺ ഫോർ ഇറ്റ്. സബാഷാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ആർക്കും പറ്റുന്നില്ല. അമ്മ അച്ഛനും കുറെ നേരം ഇടപെടിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പ് ബാൻഡ്, പ്രത്യേകിച്ച് നമ്മുടെ സുഷ്, എല്ലാവരും അടിപൊളി. അതുപോലെ MJ അങ്കിൾ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഒരു പാട്ടിനും അങ്ങനെ എനിക്കൊന്നും പറയാനൊന്നും തോന്നുന്നില്ല. പക്ഷെ എനിക്ക് പാട്ട് തീരെ അറിയാത്ത ആളാ. എപ്പോഴും പെർഫോമൻസ് ഒരു പെർഫോമർ എന്ന് പറയുമ്പോൾ മുന്നിലിരിക്കുന്ന ഓഡിയൻസ് എല്ലാവരും പാട്ട് അറിയുന്ന ആൾക്കാരായിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പൊ എന്നെ പോലത്തെ ഓഡിയൻസും ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ അറിയാം ദിയക്കുട്ടി ഭയങ്കര ടോപ്പ് നോച്ച് ആയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു പെർഫോമറുടെ ഒരു ഭയങ്കര ഗ്രേസ് അത്. അതായത് ഇവള് പാടുന്നത് ഭയങ്കര ശരിയാണെന്നും ഭയങ്കര ഇതാണ്, ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇത് പാടിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് തോന്നും. അത് അങ്ങനെ തോന്നിക്കാൻ പറ്റാന്ന് പറയുന്നത് ആർക്കും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അത് എല്ലാ ആൾക്കാർക്കും പറ്റുന്ന ഒരു കാര്യമാണെന്ന്. നമ്മളൊക്കെ ഏകദേശം ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ദിയക്കുട്ടിയുടെ അടുത്തത് ഭയങ്കര ഹാർട്ട് എന്ന് പറയണം തോന്നി. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. നീ ശരിക്കും സങ്കടമാവുന്നുണ്ട്. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചി കരയായിരുന്നു, അതുകൊണ്ടാന്ന് തോന്നുന്നു. എനിക്കൊരു നഷ്ടബോധമുണ്ട് കേട്ടോ ഈ പെർഫോമൻസിൽ. അതെന്താ വെച്ചാ ഇൻ കേസ് ദിയക്കുട്ടി ഫൈനലിൽ എത്തിയാൽ അവിടെ പാടേണ്ട ഒരു പാട്ടായിരുന്നു. ഈ പാട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റൂല. നമ്മുടെ വജ്രായുധമാണ് കയ്യില് വാളായിരിക്കുന്നത്. സുഷ്, ഒരുപാട് പെർഫോമൻസസ് കണ്ടിട്ടില്ലേ സുഷ് ഇത്രയും വർഷങ്ങളിലൂടെ? ഹൗ ഡു യു റേറ്റ് ദിസ് പെർഫോമൻസ്? തീർച്ചയായിട്ടും സാർ, എന്താ പറയുക, ഞങ്ങൾ റിഹേഴ്സൽ നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ നോട്ട് ചെയ്തായിരുന്നു എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സീൻ ആയിരിക്കും വരിക എന്നുള്ള ഉറപ്പായിട്ടും. കാരണം മോൾ അത്രയും പെർഫെക്റ്റ്ലി പിച്ചിങ് ഒക്കെ ഭയങ്കര അവളെ കയ്യിലുണ്ട്. ആ പിച്ചിങ് ആ പാടുമ്പം കറക്റ്റ് പിച്ചിങ് വരാൻ വേണ്ടിയിട്ടൊക്കെ ബോഡി ലാംഗ്വേജിലുണ്ട്. അതൊക്കെ ഒരു സ്പെഷ്യൽ അങ്ങനെ ഒരു എന്തായാലും ഭയങ്കര സന്തോഷം. മോൾക്ക് വേണ്ടി ഇത്രയും നല്ലൊരു ഓർക്കസ്ട്ര, എസ്പെഷ്യലി വയലിൻ സെഷൻസ് നമുക്കൊന്ന് എണീറ്റുന്നു കുട്ടിയില്ല. ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഓണറും റെസ്പെക്റ്റും ആണ് അവര് എണിച്ചു നിന്ന് കൈയടിക്കാന്നുള്ളത്. ആ സ്റ്റാൻഡിങ് ഓവേഷൻ എന്ന് പറയുന്നത് അതാണ് അൺബിലീവബിൾ ആണ്. MJ അങ്കിൾ, നമുക്ക് ചേട്ടനും കൂടെ ഒന്ന് മൈക്ക് കൊടുക്കാം. ചേട്ടൻ കരയാണ് അവിടെ കുറച്ച് സമയമായി. അതൊരു സന്തോഷപരമുള്ള ഒരു സർ, ഞാന് ടോപ്പ് സിംഗറിൽ വന്നിട്ട് കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും എന്നെ എൻഗേജ് ആക്കുക. ഞാൻ സാധാരണ അടങ്ങി ഒതുങ്ങി, പക്ഷെ എനിക്ക് പുറക്കാതെ ഓരോ വരിയിലും എനിക്ക് എണീറ്റ് നിൽക്കണം. ഓരോ പല്ലവി കഴിയുമ്പോഴും അനുപല്ലവി കഴിയുമ്പോഴും ഓരോ വരി കഴിയുമ്പോഴും എനിക്ക് ഈ കൊച്ചെന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ലെവലിലായിരുന്നു എന്റെ ചിന്ത. പിന്നെ നമ്മുടെ ശ്യാമേട്ടൻ പാടിയില്ലേ, അന്നേരക്ക് പോയി. ഒരു രക്ഷയില്ല. അൺബിലീവബിൾ സാർ പറഞ്ഞ പോലെ. റിഹേഴ്സലിന് വന്ന് പാടിയപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇത് സൂപ്പർ, ഇതുപോലെ തന്നെ പെർഫോം ചെയ്താ ചിന്തിക്കാൻ പറ്റില്ല. അല്ലെ, ഫ്രാൻസ് ചേട്ടൻ എത്ര കാലങ്ങളിലൂടെ ഒരു മാസ്റ്റർ മ്യൂസീഷ്യനാണ്. അപ്പൊ ചേട്ടൻ ഇത്രയും കാലം എത്രയോ പെർഫോമൻസസ് കണ്ടിട്ടില്ലേ? അപ്പൊ ഇതൊരു സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നു. സ്പെഷ്യലാണ്, രക്ഷയില്ല. വെരി സ്പെഷ്യൽ. ഇവിടെ നിന്നിട്ടും നിപ്പ് ഉറക്കുന്നില്ല. അങ്ങോട്ട് വരണം. വരട്ടെ, വായോ. ഞങ്ങൾ മാത്രമല്ല എല്ലാവരും. ഈ നൈറ്റ് ഹുഡ് ഒക്കെ കൊടുക്കുമ്പോഴല്ലേ ഒരു വാള് അതൊക്കെ കൊടുത്തോണ്ടാണ് അല്ലേ?
അപ്പൊ ഈ വാള് ഇങ്ങോട്ട് ഇരിക്കട്ടെ. വാളോട് കൂടിയ നമസ്കാരം. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, എനിക്ക് തോന്നുന്നു, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, അതായത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പാട്ടുകാരുണ്ട്. ആ പാട്ടുകാരിൽ വെച്ച് ഒരു എക്സ്ട്രോണറി ആയിട്ടുള്ള ഒരു ടാലന്റ് ഉള്ള പാട്ടുകാരനാണ് നമ്മുടെ ശ്യാമാണ് ഗ്രൂം ചെയ്തിരിക്കുന്നത്. അത് Yes. പ്രത്യേകിച്ചും ശ്യാം, ഈ സമയത്ത് ഒരു വലിയ സ്നേഹം കേട്ടോ, അതാണ് വലിയൊരു സ്നേഹം എനിക്ക് പറയാനുണ്ട്. നമ്മുടെ കുഞ്ഞിനെ എത്ര സ്നേഹത്തോടെ വളരെ ശ്രദ്ധയോടെ, ഇത് കഴിഞ്ഞിട്ട് ശ്യാം പറയാണ് എനിക്ക് ഇങ്ങനെ ഗൂസ് ബംസ് വരികയാണെന്ന് പറയുന്നത്. അതാണ് ശരിക്ക് ഒരു ഗുരു എന്ന് പറയുന്നത്. അത് എനിക്ക് ശ്യാമിൽ കാണാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ശ്യാം. ദിയയ്ക്ക് വേണ്ടി. അപ്പോ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് കൊടുക്കാല്ലേ? അപ്പൊ നമ്മുടെ സ്വന്തം ദിയക്കുട്ടിക്ക് വാരിക്കോരി 100 മതിയാവുന്നില്ല, എന്നാലും 100 out of 100 ടുഡേ. +5 stars. പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? വിലിവായിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസ് ആയിട്ടാണ് വിളിക്കുന്നത്. ഹായ്. ഇതിൽ കുറച്ച് ശ്യാമേട്ടനും കൊടുക്കണേ. നമ്മുടെ കുഞ്ഞിൻ്റെ പാട്ട് കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേയ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ദിവസം എന്ന് പറയുന്നത്. ആ സംഗീതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ അല്ലേ? അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ അൻപാർന്ന വണക്കം. Good night. Bye. See you.